ഹായ് ഹോൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല തിക്ക് ഗ്രേവി ചിക്കൻ കറിയാണ്. അതിനായിട്ട് നമുക്ക് സവാള വേണം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളി വേണം. പിന്നെ മസാലകൾ മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, പിന്നെ ടർമറിക് പൗഡർ, പിന്നെ മല്ലിച്ചപ്പ്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായ ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യിലാണ്. നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി മുഴുവനെയുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കണം, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് വഴറ്റാം. നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ല രീതിയിൽ വാടി വന്ന ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നു വന്ന ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം. കറിക്ക് വേണ്ട മസാലകൾ 3 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്, ചില്ലി പൗഡർ 4 സ്പൂണ്, ചിക്കൻ പൗഡർ, പിന്നെ 1/4 ടീസ്പൂണ് ടർമറിക് പൗഡറാണ്. ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ മൂപ്പിക്കണം. മസാലയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്ന ശേഷം അതിൽ നിന്നൊരു പകുതി മസാല നമുക്കെടുത്ത് മാറ്റി വെക്കണം. അതൊന്ന് ചൂടാറട്ടെ. ബാക്കിത്തെ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച മസാല ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിൽ അരച്ചുകൊണ്ട് വരാം. ഇതാണ് കറിക്ക് കൊഴുപ്പ് തരുന്നത്. നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വേവുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് കാണാനും മറക്കരുതേ. ചിക്കൻ നല്ല രീതിയിൽ വെന്ത ശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അതോടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കൊരു സ്പൂണ് പെപ്പർ പൗഡറോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പോടെ ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.